നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും നമസ്കാരം. ഞാനിപ്പം ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ വേറെ ഒരു റീസണും ഇല്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഞാനൊരു എല്ലാവരോടും പക്ഷേ പോസ്റ്ററെല്ലാം ഇട്ട് ഞാൻ കാണിച്ചായിരുന്നു. എൻ്റെ ഷോർട്ട് വീഡിയോ വരും, ഷോർട്ട് ഫിലിം വരും, അങ്ങനെ ഉള്ള രീതി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എന്താ പറയുക തീരുമാനിച്ചായിരുന്നു, ഞങ്ങൾ ഈ 26-ന് അല്ലെങ്കിൽ 25-ന് റിലീസ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ വരുന്ന 25-നും 26-നും അത് അറിയില്ല. ഏറ്റവും കൂടുതൽ എനിക്കും വിഷമമുണ്ട്, നിങ്ങൾക്കും വിഷമം ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തു, അതിന് നന്ദി. പിന്നെ ഏറ്റവും കൂടുതലൊരു കാര്യം പറയാനുണ്ട്. ഒന്നെങ്കിൽ എൻ്റെ ഈ ഷോർട്ട് ഫിലിം 15th ഓഗസ്റ്റിന് റിലീസാവും, അല്ലെങ്കിൽ 5th ഓഗസ്റ്റിന് റിലീസാവും. അപ്പം ഞാൻ സ്റ്റോറി എഴുതി കഴിഞ്ഞു, എന്നാലും അത് നിങ്ങൾ അറിയാനിരിക്കാനാണ് ഞാൻ ആ സ്റ്റോറി എഴുതി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റോറി ഞാൻ പറയേണ്ട പ്രത്യേകിച്ചൊന്നുമില്ല. അതിനകത്ത് അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ്. അച്ഛൻ്റെയും മകൻ്റെയും കഥയെന്ന് വെച്ചാൽ നമ്മൾ അച്ഛൻ മകനോട് മിണ്ടാത്തത്, അതൊക്കെ ഉള്ള കഥയാണ്. അപ്പോൾ ആ കഥയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെയും കൂടി ചേർന്ന കഥയാണ്. അപ്പോൾ ആ കഥയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുക, ഉൾക്കൊള്ളുക എല്ലാം ചെയ്യുക. പക്ഷേ ഈ പറഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആ ഷോർട്ട് ഫിലിം വന്നിരിക്കും എന്തായാലും. പിന്നെ അതിൻ്റെ റൈറ്റർ ഞാൻ തന്നെയാണ്, സ്ക്രീൻ പ്ലേ ഞാൻ തന്നെയാണ്. ഇതിനകത്ത് മാക്സിമം 6 ക്യാരക്ടറുണ്ട്. ഓക്കെ, 6 ക്യാരക്ടർ മാക്സിമം അതിനകത്തുണ്ട്. പിന്നെ 6 ക്യാരക്ടറുണ്ട്. അതിൻ്റെ പേര് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിശദമായിട്ട് ഷോർട്ടിൽ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് കഥ തുടങ്ങുന്നത് ഞങ്ങളുടെ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്, എൻ്റെ ബിൽഡിങ്, എൻ്റെ പുറത്തുനിന്നാണ് ഞാൻ തുടങ്ങി കഴിയുമ്പോൾ ആ വീഡിയോ മൊത്തം ക്ലിയർ കട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ അയച്ചു തന്നേക്കാം നിങ്ങൾക്ക്. അത് യൂട്യൂബിൽ വരികയും ചെയ്യും, യൂട്യൂബിൽ വരും. പിന്നെ നമ്മളുടെ ഇൻസ്റ്റയിൽ അതിൻ്റെ സ്മോളിൽ ഒരു കട്ട് പോലെ വരുമോ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, അപ്പോൾ നമുക്കെന്നാൽ ഈ ഷോർട്ട് വീഡിയോ ഷോർട്ട് ഫിലിം നമുക്ക് സ്വയമായിട്ട് സ്റ്റോറി എഴുതി കംപ്ലീറ്റ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആക്കി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന എൻ്റെ അമ്മ, അനിയൻ, ഇവരൊക്കെ എനിക്ക് കൂട്ടുണ്ട്. ഇവരൊക്കെ കൂട്ടുള്ളപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ഉന്മേഷം വന്നു. കുറച്ചു മാസങ്ങളായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്, നമുക്ക് ഈ ഷോർട്ട് ഫിലിം ആക്കാം, ഷോർട്ട് ഫിലിം ഉണ്ടാക്കാം, നമുക്ക് റെഡിയാക്കാം, നമുക്കെല്ലാം ചെയ്യാം എന്ന് ഉള്ള വിചാരണം വരെ എനിക്ക് വന്നതാണ്. വിചാരണം വന്നു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ വിചാരണം വന്നപ്പോൾ ഞാനത് തീരുമാനിച്ചു. എന്നാലും സ്റ്റോറി ആരുടെ സഹായം ഇല്ലാതെ തന്നെത്താനെ എഴുതി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പോസ്റ്റർ ജനറേറ്റ് ചെയ്തു, സോങ്ങും ജനറേറ്റ് ചെയ്തു. ഇനി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഞാൻ ആ സോങ് റിലീസ് ചെയ്യും യൂട്യൂബിൽ. ആ സോങ് ഞാൻ റിലീസ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ആ സോങ്ങിനെ. പിന്നെ നിങ്ങൾക്ക് ആ സോങ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീലിൽ, നിങ്ങളുടെ ഷോർട്സിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്ക്
അറിയാം ഏറ്റവും കൂടുതൽ നിങ്ങൾ വെയിറ്റിംഗാണ്, നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് എൻ്റെ ആ ഷോർട്ട് ഫിലിമിന്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ആ ഷോർട്ട് ഫിലിം കാണുക, നിങ്ങൾക്ക് കഥ മനസ്സിലാവും. അതിനകത്ത് കുറച്ച് ഇമോഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കഥ ട്വിസ്റ്റ് ഒന്നുമില്ല. ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനവും നമ്മളുടെ ആ ഷോർട്ട് ഫിലിമിനകത്ത് ഞാൻ ഏറ്റിട്ടില്ല. ആ ഷോർട്ട് ഫിലിമിനകത്ത് മാത്രം ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? അച്ഛനും മകനും കൂടി ഉള്ള ഷോർട്ട് ഫിലിമാട്ടോ. അച്ഛൻ മകനോട് മിണ്ടാത്തത് എന്താ, മകൻ അച്ഛൻ്റെ കേൾക്കാത്തത് എന്താ, അതൊക്കെയാണ് ഞാൻ ആ വീഡിയോനകത്ത് ഇടുന്നത്, ഫിലിമിനകത്ത്. പക്ഷേ ഞാൻ ഇനിയും ട്രൈ ചെയ്യും പുതിയ പുതിയ ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ, പുതിയ പുതിയ രീതികൾ ചെയ്യാൻ. പക്ഷെ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടല്ലോ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഷോർട്ട് വീഡിയോ വെച്ചാൽ എൻ്റെ ഷോർട്സിൽ നിങ്ങൾ നല്ല റിവ്യൂസ് തന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എഡിറ്റിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതും ഇടാം. പിന്നെ നിങ്ങൾക്ക് വല്ല കാണാനോ കേൾക്കാനോ കറങ്ങാനോ ഒക്കെ ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, നിങ്ങൾ പൂനെ എന്നുള്ള ആൾക്കാർ എനിക്ക് സജസ്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആ വീഡിയോസിന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തന്നെ നിർത്തുവാണ്. നന്ദി, നമസ്കാരം.